ഹായ് ഡോക്ടർ. ഇന്ന് ഡോക്ടറിനെ കാണാൻ വരുന്ന പേഷ്യൻസിലായാലും അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമാണ് കുടലിറക്കം അഥവാ ഹെർണിയ എന്ന് പറഞ്ഞൊരു അസുഖം. എന്താണ് ഈ അസുഖത്തിൻ്റെ കാരണങ്ങൾ? ഹെർണിയ അഥവാ കുടലിറക്കം എന്ന് പറയുന്നത് വയറിൻ്റെ ഭിത്തിയിൽ പേശീക്ഷയം സംഭവിച്ച ഭാഗത്തു കൂടെ വയറ്റിനകത്തുള്ള കുടൽ, ഫാറ്റ് ഇതെല്ലാം പുറത്തേക്ക് തള്ളി വരുന്നതാണ്. നമ്മൾ ഭാരം എടുത്ത് പൊക്കുകയോ ചുമക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ മുഴ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരിക. അതേസമയം നമ്മൾ ശാന്തമായിട്ട് കിടക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് തിരിച്ചത് വയറ്റിനകത്തോട്ട് പോവുകയും ചെയ്യും. അതാണ് ഹെർണിയയുടെ ലക്ഷണം. സാധാരണ ഏത് പ്രായത്തിലുള്ള ആളുകളിലും ഹെർണിയ കാണാം. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വളരെ പ്രായമുള്ള ആൾക്കാരിൽ പോലും ഇത് വളരെ കോമൺ ആയിട്ട് കാണാം. ചെറിയ കുഞ്ഞുങ്ങളിൽ കാണുന്നതിനുള്ള ഹെർണിയ വരാനുള്ള റീസണും അഡൾട്ട്സിൽ ഹെർണിയ വരാനുള്ള റീസണും വേറെ വേറെയാണ്. പക്ഷേ ഇത് വളരെ കോമൺ ആണ്. നാഭി പ്രദേശത്ത് കാണുന്ന ഹെർണിയനെ ഇംഗ്വേനൽ ഹെർണിയ എന്ന് പറയും. അത് ആണുങ്ങളിലാണ് കൂടുതലായിട്ട് കാണുക. ഫീമെയിൽസിലും കാണുന്നത് പൊക്കിളിൻ്റെ ഭാഗത്തുള്ള ഹെർണിയാണ്. അതിന് അംബിലിക്കൽ ഹെർണിയ എന്നാണ് പറയുക. ഇതുകൂടാതെ നേരത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ ഭാഗത്ത് ഉള്ള ഡിഫക്റ്റിൽ കൂടെ ഹെർണിയ പുറത്തേക്ക് വരുന്നത് ഇൻസിഷണൽ ഹെർണിയ എന്ന് പറയും. അതല്ലാതെ ചില റയർ ആയിട്ടുള്ള തരം ഹെർണിയകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ അത്ര കോമൺ ആയിട്ട് കാണുന്നതല്ല. നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ മെയിനായിട്ട് ഉണ്ടാവുക? നമ്മൾ ചുമക്കുകയോ തുമ്മുകയോ ഭാരം എടുത്ത് പൊക്കുകയോ ചെയ്യുന്ന സമയത്ത് വയറിൻ്റെ ഈ പറഞ്ഞ നാഭിപ്രദേശത്തോ അല്ലെങ്കിൽ പൊക്കിളിൻ്റെ ഭാഗത്തോ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന ഒരു മുഴ, അത് നമ്മൾ കിടക്കുന്ന സമയത്ത് തിരിച്ച് പഴയ പോലെ, അല്ലെങ്കിൽ നമ്മൾ പതുക്കെ ഒന്ന് തിരുമ്മി കൊടുത്താൽ പഴയ വയറ്റിനകത്തോട്ട് തന്നെ തിരിച്ചു പോകുന്നു. ആദ്യത്തെ സമയങ്ങളിൽ ഇത് തുടക്കത്തിൽ ഇതിന് വേദനയൊന്നും ഉണ്ടാവില്ല. കുറെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു വലിയണ പോലത്തെ ഒരു വേദന ഉണ്ടാവാറുണ്ട്. ഡോക്ടർ ഓൾറെഡി പറഞ്ഞല്ലോ, ഇപ്പം കുറച്ച് പലതരത്തിലുള്ള ഹെർണിയകളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ഇതിൽ ഏറ്റവും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ടൈപ്പ് ഓഫ് ഹെർണിയ ഏത്, ഏറ്റവും അപകടകാരിയായിട്ടുള്ളത്? നമ്മൾ ഏത് ഹെർണിയ ആണെങ്കിലും നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരികയും നമ്മൾ പ്രഷർ റിലീവ് ചെയ്യുമ്പോൾ അത് വയറ്റിനകത്തോട്ട് തിരിച്ചു പോകാതിരിക്കുകയും ചെയ്യുന്ന ഹെർണിയകൾ എത്രയും നേരത്തെ ചികിത്സിക്കണം. അതല്ലെങ്കിൽ ഓരോ തവണയും പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന വയറ്റിനകത്തുള്ള ഫാറ്റ് മാത്രമല്ല കുടലും കൂടിയായിരിക്കും. ആ കുടൽ അതിനകത്ത് കുരുങ്ങി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ ഒന്നാമത് രോഗിക്ക് ഭയങ്കര വേദനയായിരിക്കും, രണ്ടാമത് ഛർദ്ദിക്കാനൊക്കെ തുടങ്ങും. ആ സമയത്ത് ഏറ്റവും നേരത്തെ തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ കുടൽ കുരുങ്ങിയിരുന്ന ഭാഗത്തെ കുടലിലേക്കുള്ള രക്തോട്ടം നിലയ്ക്കും. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം നശിച്ചു പോകും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വന്നാൽ നമ്മൾ അടിയന്തരമായിട്ട് വയറ് കീറിയുള്ള ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. കുടൽ ചത്ത് ഭാഗമാണെങ്കിൽ ആ ചത്ത കുടലിനെ നമുക്ക് വീണ്ടും തിരിച്ച് വയറ്റിനകത്തോട്ട് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് മുറിച്ച് കളയേണ്ടി വരും. മുറിച്ച് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷനായി മാറും. അതിൻ്റെ ആവശ്യം ഹെർണിയനെ സംബന്ധിച്ചില്ല. കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഓപ്പറേഷനിൽ കൂടെ നമുക്കിത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഓപ്പറേഷൻ അല്ലാണ്ട് ഇപ്പം ഡോക്ടർ പറഞ്ഞു ഓൾറെഡി പേശികളുടെ ബലക്ഷയം ഉണ്ടാകുമ്പോഴാണ് അതിലൂടെ നമ്മുടെ വയറിലെ കുടൽ, ഫാറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ പുറത്തേക്ക് തള്ളി വരുന്നതാണ് ഹെർണിയ എന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ സർജറി അല്ലാണ്ട്, ഓപ്പറേഷൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പേശികൾക്ക് ബലം വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉള്ള ചികിത്സാ രീതികളുണ്ടോ? ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ചികിത്സാ രീതി അവൈലബിൾ അല്ല. അതായത് ഹെർണിയ എന്ന അസുഖത്തിന് ഓപ്പറേഷൻ അല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് വേറെ ഒരു ചികിത്സ അവൈലബിൾ അല്ല. ഓൾട്ടർനേറ്റീവ് മെഡിസിനുകളിൽ അവർ കൊടുക്കുന്ന ചികിത്സകളൊന്നും 100% ഫലപ്രദമല്ല. അങ്ങനെയുള്ള ആളുകൾ അവരവർക്ക് ഹെർണിയ വരുമ്പോൾ വന്ന് ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ യൂഷ്വലി കാണാറ്. ഓക്കെ, ഇപ്പം ഇത്തരം ചികിത്സാ രീതികളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ഈ ഓൾറെഡി ഡോക്ടർ പറഞ്ഞല്ലോ, ഈ സർജറി ചെയ്ത ഭാഗത്ത് കൂടി ഉണ്ടാകുന്ന ഹെർണിയനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. വീണ്ടും ഇത്തരത്തിലുള്ള ഹെർണിയകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ ഈ ഓപ്പറേഷനിൽ കൂടി ഇത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും? അത് ഹെർണിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകാനുള്ള ബേസിക് കാരണം നമ്മുടെ ശരീരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്ന ടിഷ്യൂവിൻ്റെ ഡാമേജ് കൊണ്ടാണ്. അത് ജന്മനാ ഉള്ളതാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അതിൻ്റെ കോമ്പോസിഷൻ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഹെർണിയ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ കൊണ്ട് 100% ഇത് ശരിയാക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ഓരോ ഹെർണിയയ്ക്കും ഓരോ തരത്തിലുള്ള ചികിത്സ കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രണ്ടാമത് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഇംഗ്വേനൽ ഹെർണിയ
ഓപ്പൺ ഓപ്പറേഷൻ സ്റ്റിച്ച് മാത്രം ചെയ്ത് ഓപ്പൺ ഓപ്പറേഷൻ ചെയ്താൽ 30% രണ്ടാമത് വരാനുള്ള സാധ്യതയുണ്ട്. അതേ ഓപ്പൺ ഓപ്പറേഷൻ മെഷ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 4.5% രണ്ടാമത് വരാനുള്ള സാധ്യതയുണ്ട്. ഇതേ ഓപ്പറേഷൻ കീ ഹോളിൽ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മെഷ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് 1.5% തിരിച്ചു വരാനുള്ള സാധ്യത. ഇത് ഇങ്ങനെ ഒരു കണക്കാണ് ഞങ്ങൾക്ക് രോഗിക്ക് മുമ്പിൽ വെക്കാനുള്ളത്. അല്ലാതെ ഇത് 100% രണ്ടാമത് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ചില ടിഷ്യൂ ഫാക്ടറാണ് മെയിനായിട്ട് കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ സർജറി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഇനി എല്ലാം ഓക്കെ ആയി എന്ന് വിചാരിക്കുകയല്ല. ശരിക്കും അതിന് കുറച്ചും കൂടി നമ്മളൊരു പ്രിക്കോഷൻ അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി ഇരിക്കുന്നല്ലേ? ഇങ്ങനെ സർജറി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന പേഷ്യൻസിനോട് ഡോക്ടറിന് എന്താ പറയാനുള്ളത്? എന്തൊക്കെ കാര്യങ്ങൾ ഭാവിയിലേക്ക് അവർ ശ്രദ്ധിക്കണം സർജറി കഴിഞ്ഞിട്ട് പോകുന്ന പേഷ്യൻസിനോട്? സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മുറിവ് ഉണങ്ങുന്ന വരെയുള്ള ഒരു സമയം, ഒരു 3 ആഴ്ചത്തേക്ക് വലിയ ഭാരം എടുത്ത് പൊക്കാൻ പാടില്ല. അതുപോലെ തന്നെ സൈക്കിള്, ബൈക്ക്, സ്കൂട്ടർ ഓടിക്കുക, അത് ഒന്നും ചെയ്യുന്നത്. ഇത് രണ്ടും ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പം പലരും ചിലപ്പം സർജറിയെ കുറിച്ചൊക്കെ അറിയാവുന്നവരൊക്കെ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്കൊരു ചെറിയ പേടിയോ അല്ലെങ്കിൽ ഒരു മടിയൊക്കെ ഉണ്ടാവും ചിലപ്പം ഡോക്ടേഴ്സിനെ വന്ന് കാണിക്കാനും ഒക്കെ. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലരും ഉണ്ടാവും നമ്മുടെ സമൂഹത്തിൽ. അപ്പം ഇത്തരം രോഗികളോട് ഡോക്ടറിന് എന്ത് മെസ്സേജാണ് പറയാനുള്ളത്? ഞാനിപ്പോൾ ഒരു തരം ഹെർണിയെ പറ്റി പറയാം. ഇൻഗ്വേനൽ ഹെർണിയ, നാഭി പ്രദേശത്തുള്ള ഹെർണിയ, അഡൽസിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അവർക്ക് ഉള്ള ചികിത്സാ ഓപ്ഷൻ സർജറി മാത്രമേ ഉള്ളൂ. അതിൽ 2 രീതിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഒന്ന് ഓപ്പൺ ഓപ്പറേഷനായിട്ട് ചെയ്യാം, 2 കീ ഹോളായിട്ട് ചെയ്യാം. കീ ഹോൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 സെൻറ്റിമീറ്റർ 1 മുറിവും 1/2 സെൻറ്റിമീറ്റർ 2 മുറിവും മാത്രമേ ഉണ്ടാവുള്ളൂ. 1/2 സെൻറ്റിമീറ്റർ മുറിവിന് എത്ര വേന ഉണ്ടാവും ഓപ്പറേഷൻ കഴിഞ്ഞാൽ? അപ്പോൾ ഓപ്പറേഷൻ കഴിയുമ്പോൾ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡിലും ചില ആൾക്കാർക്ക് ഒരേപോലെ ഹെർണിയ ഉണ്ടാവും. 2 സൈഡിലും ഹെർണിയ ഉള്ള ആളുകളുടെ ഓപ്പൺ ഓപ്പറേഷൻ 2 സൈഡിലും ഓരോ മുറിവിട്ടിട്ടാണ് ചെയ്യുന്നത്. അത് 10 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള മുറിവാണ്. അത് മാത്രമല്ല, നമ്മൾ 3 ലെയറിൽ മസിൽ കട്ട് ചെയ്താലാണ് മെഷ് വെക്കാനുള്ള സ്ഥലത്തേക്ക് എത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അവിടെയൊക്കെ സ്റ്റിച്ചസ് ഉണ്ടാവും. കീ ഹോൾ ഓപ്പറേഷനിൽ അങ്ങനെ ഇല്ല. വലിയ മെഷാണ് വെക്കുന്നത്, അവിടെ സ്റ്റിച്ചും ഇല്ല. ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ റെസ്റ്റിൻ്റെ ആവശ്യമില്ല. ചുമക്കുകയോ തുമ്മുകയോ ഭാരം എടുത്ത് വെക്കുകയോ ചെയ്താൽ കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അധികം ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരില്ല. നമുക്ക് സ്റ്റെപ്പ് കയറാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു തടസ്സമില്ല. മനസ്സിലായി? ഇപ്പം മെയിൽസിലാണ് കൂടുതലായിട്ട് ഇൻഗ്വേനൽ ഹെർണിയ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പം ചെറുപ്പക്കാരിലൊക്കെ ഇങ്ങനത്തെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മരൈറ്റൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഭാവി പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും? തീർച്ചയായിട്ടും ഇല്ല. നമ്മളത് നേരത്തെ തന്നെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അവരുടെ ഭാവി ജീവിതത്തിന്, വിവാഹ ജീവിതത്തിനെ ബാധിക്കില്ല. ഓപ്പറേഷൻ പക്ഷേ ഒരുപാട് വൈകിക്കാൻ പാടില്ല. ഹെർണിയ അല്ലെങ്കിൽ കുടലിറക്കത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യങ്ങളെല്ലാം സാർ വിശദമായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്.